ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈഡർമാൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ്. നോ ആ സ്പൈഡർമാൻ അല്ല, നമ്മുടെ ശരിക്കും സ്പൈഡർമാൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സ്പൈഡർമാൻ എഫക്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാം റീലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്ടായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. സോ നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു എഫക്റ്റ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ പവർഫുൾ ആയിട്ടുള്ള PCയും ലാപ്ടോപ്പും അതുപോലെ തന്നെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ പ്ലഗിൻസും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് അതിനകത്ത് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന നമ്മളെ ഐഫോണിലും ആൻഡ്രോയിഡൊക്കെ എഡിറ്റ് ചെയ്യുന്ന നമ്മളെ VN എഡിറ്റർ ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. സോ ഇതിനകത്താണ് നമ്മളിന്ന് ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആദ്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പൈഡർമാൻ ആണെന്നുണ്ടെങ്കിൽ, ഈ സ്പൈഡർമാൻ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് വിരലിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഒരു വീഡിയോ എടുക്കുക. അതാണ് ഇങ്ങനെ. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കാം, നിങ്ങളുടെ റൂമിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു വീഡിയോ എടുക്കും. അതിനുശേഷം നിങ്ങൾ രണ്ടാമതായിട്ടൊരു വീഡിയോ എടുക്കണം. ആ വീഡിയോ നിങ്ങൾ എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുക്കുക, എന്നിട്ട് ഫ്രണ്ട് ക്യാം ആണെങ്കിൽ ഫ്രണ്ട് ക്യാം വന്നിട്ട് ഇതായി ഇങ്ങനെ കുറച്ച് ദൂരെ വെക്കാം. കുറച്ച് ദൂരെ വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈ ഞാൻ പറഞ്ഞ പോലെ മടക്കിയതിന് ശേഷം കുറച്ച് ഇങ്ങനെ പൊന്തിച്ച് വെക്കുക. എന്നിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മെല്ലെ ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അരിയത്തോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ ഞാൻ വേണമെങ്കിൽ ഒരു പ്രിവ്യൂ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ രണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ VN വീഡിയോ ഇട്ടാൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ നടുവിലായിട്ടൊരു പ്രത്യേകം കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് സൂം എന്നിട്ടുള്ളൊരു ട്രാൻസിഷൻ അതിനകത്ത് ഉണ്ടാവും. സോ ആ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യും. അപ്പോൾ അവർ അതിനകത്ത് ചോദിക്കുമ്പോൾ എത്ര സെക്കൻഡ് വേണമെന്നൊക്കെ അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ അനുസരിച്ച് ആ ഒരു എഫക്റ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ സെക്കൻഡായി കൊടുത്താൽ അത് നിങ്ങളിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതിയോളം റെഡി ആയിട്ടുണ്ട്. പക്ഷേ വല എവിടെ? അപ്പോൾ നിങ്ങൾക്ക് വല കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് പോയിട്ട് സ്പൈഡർമാൻ വെബ് ബ്ലാക്ക് സ്ക്രീൻ എന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ മടിയന്മാരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകും. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഡൗൺലോഡും ചെയ്യാൻ കഴിയുന്നതാണ് മടിയന്മാരാണെങ്കിൽ. നിങ്ങൾ ആ വീഡിയോ നിങ്ങളൊരു ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സൈഡിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഓർ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ താഴെയായിട്ടൊരു ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിനകത്ത് സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് പാർട്ട് ഒഴിവാകും. ചിലപ്പോൾ ബ്ലാക്ക് പാർട്ട് മുഴുവനായിട്ട് ഒഴിവാവില്ല. അങ്ങനെ ഒഴിവാകുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കോൺട്രാസ്റ്റ് ഉണ്ട്. ഈ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ഇപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ആ ഒരു വല അവിടെ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ടൈം ലൈൻ ജസ്റ്റ് ഒന്നിങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു ടൈം ലൈൻ കുറച്ചുകൂടി വലുതാക്കിയതിന് ശേഷം നിങ്ങൾ ആ തുടക്കത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിലായിട്ട് കീ ഫ്രെയിം ഉണ്ടാകും. ആ കീ ഫ്രെയിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് നിങ്ങളെ കൈയിനനുസരിച്ച് വല ഇങ്ങനെ അങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് നമ്മുടെ സൈഡിൽ കാണിക്കുന്നുണ്ടാവും. അതുപോലെ കുറച്ച് നീക്കും തോറും നിങ്ങളെ കൈയിനനുസരിച്ച് വല വരുന്ന രീതിയിലാക്കി ഇങ്ങനെ നീക്കി കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറേ താണുന്ന സമയത്ത് കുറച്ച് സൂം ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. സോ അങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് നിങ്ങൾ അവസാനം ആ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോൻ്റെ എഫക്റ്റ് ആയിട്ട് ആ ട്രാൻസിഷൻ വരുന്ന സമയത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്പൈഡർമാൻ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ താങ്ക് യു. ഇപ്പോൾ ഒരു ഗീവ് അവേ നടത്താൻ പറ്റത്തില്ല. സോ ഇപ്പോൾ 10K ആകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെന്തായാലും നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഗീവ് അവേ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഔട്ടർ പറയേണ്ട സമയം കട്ടായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ ലാഗൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ്. സോറി. അപ്പോൾ എന്തായാലും ഇന്നത്തെ എടുത്തുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ എഡിറ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. ബൈ.